CPM ആഭിമുഖ്യത്തിൽ സംയോജിത കൃഷി വീടുകളിലേക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കടവല്ലൂർ കല്ലുംപുറത്ത് നടന്നു. കല്ലുംപുറം വിദ്യാ റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ സംയോജിത കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. നയനാർ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കാർഷിക മേഖലയിലുണ്ടായ ഉണർവ് തുടർന്ന് വന്ന ഇടത് സർക്കാരുകളുടെ ഭാവനാപൂർണമായ ഇടപെടലോടെ നാടിന് ഗുണപ്രദമായ രീതിയിലാണ് മുന്നോട്ട് പോയതെന്ന് തോമസ് ഐസക് പറഞ്ഞു. നമ്മുടെ കൃഷി കാർഷിക മേഖല 5.4% ഒരു വർഷം 5.4% വെച്ച് നാനാല് ഭരണത്തിൽ കയറിയ വർഷം മുതൽ 96 വരെ ആ കാലത്ത് വളർന്നു. കാരണം ഭൂപരിഷ്കരണം 71 കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാര് കപ്പക്ക് പകരം റബ്ബർ ഓടാൻ തുടങ്ങി. പറങ്ങുമായി ഓടിച്ച് റബ്ബർ നട്ടു. പല സ്ഥലത്തും നിലത്ത് നമ്മൾ തേങ്ങ വെച്ചു. അവർ റബ്ബറും തേങ്ങയൊക്കെ നട്ടു കഴിഞ്ഞാൽ 6-7 വർഷം കഴിഞ്ഞല്ലേ വിളവ് തരുള്ളൂ. ചടങ്ങിൽ MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംയോജിത കൃഷി ജില്ലാ കോർഡിനേറ്ററുമായ M ബാലാജി പദ്ധതി വിശദീകരണം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ, സംയോജിത കൃഷി ഏരിയ കൺവീനർ KB ജയൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരായ മാനങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി, ഫാൽക്കൺ മൊയ്തുണ്ണി, സുരേഷ് കടവലൂർ എന്നിവരെ ആദരിച്ചു. കടവലൂർ പഞ്ചായത്തിലെ 20 വീടുകൾ അടങ്ങുന്ന 25 ക്ലസ്റ്ററുകളിലായി 500 കുടുംബങ്ങളിലേക്ക് സംയോജിത കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. 8 തരം പച്ചക്കറി തൈകൾ കടവലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ വിതരണം ചെയ്യുന്നു. കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും കർഷകരെ സഹായിക്കാൻ കൃഷി ഓഫീസർമാരും പരിജ്ഞാനമുള്ള കർഷകരും അടങ്ങുന്ന സംഘം ആഴ്ചകൾ തോറും ഓരോ ക്ലസ്റ്ററുകളും സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യും. സമ്പൂർണ്ണമായ ജൈവ കൃഷിരീതി അവലംബിച്ച് രോഗാതുരമാകുന്ന കേരളത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാതൃകയ്ക്ക് ശക്തമായ തുടക്കമായിരിക്കും ഈ സംരംഭമെന്ന് സംയോജിത കൃഷിയുടെ ഭാരവാഹികൾ പറഞ്ഞു. കർഷകരുടെ വിളകൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തുവാൻ വിഷുവിന്റെ ഭാഗമായി 3 ദിവസം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പച്ചക്കറികൾക്ക് വിപണന കേന്ദ്രം തയ്യാറാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്.